ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഓക്സിലറി വെർബ് ഉപയോഗിച്ചാണ്. WH ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ല. അതാ WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് തുടങ്ങും, പിന്നെ അതിനുശേഷം ഓക്സിലറി വെർബ് വരും. ഓക്സിലറി വെർബിന് ശേഷമാണ് സബ്ജക്റ്റ് വരുന്നത്. ഇതാണ് ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ്റെ നോർമൽ വേർഡ് ഓർഡർ. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ ഏത് ഓക്സിലറി ഉപയോഗിച്ചൊരു ക്വസ്റ്റ്യൻ തുടങ്ങണം എന്ന കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലെസൺ നിങ്ങൾക്കുള്ളതാണ്. ഇനി ആ കൺഫ്യൂഷൻ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഒത്തിരി കാര്യങ്ങൾ ഈ ലെസണിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടമാവുന്നവരെ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ ലെസണിൻ്റെ അവസാനം നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിരുന്നു. അത് നമുക്ക് ഈ ലെസണിൻ്റെ അവസാനം നോക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ ഈ ക്ലാസ് തുടങ്ങാം. ഓക്സിലറീസ് ഇംഗ്ലീഷിൽ 2 തരത്തിലുണ്ട്. പ്രൈമറി ഓക്സിലറീസ് ഉണ്ട്, മോഡൽ ഓക്സിലറീസ് ഉണ്ട്. പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുന്നത് ബി, ഹാവ്, ഡു. ബി എന്ന് പറയുമ്പോൾ അതിൽ 5 ഓക്സിലറി ഉണ്ട്. ഈസ്, ആം, ആർ. അത് 3ഉം പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്. വാസ്, വേർ ഇത് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്. ബി എന്ന് പറയുമ്പോൾ ആവുക. ഈസ്, ആം, ആർ ആണ് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ്. വാസും വേറും നമ്മൾ ആയിരുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ്. മറ്റു പ്രൈമറി ഓക്സിലറീസ് ആണ് ഡൂവും ഹാവും. ഡൂവിന് തന്നെ 3 ഫോംസ് ഉണ്ട്. ഡു, ഡസ്, ഡിഡ്. ഡൂവും ഡസും പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കും, ഡിഡ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും. ഹാവിനും 3 ഫോംസ് ഉണ്ട്. ഹാവ്, ഹാസ്, ഹാഡ്. അതിൽ ഹാവും ഹാസും പ്രസന്റ് ടെൻസിൽ, ഹാഡ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും. ഹാസിനും ഹാവിനും അർത്ഥം ഉണ്ട് എന്നാണ്, ഹാഡിന് അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. ഡു നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓക്സിലറി ആണ്. അതിന് ശേഷം വരുന്ന വെർബിന്റെ മീനിങ് എന്തോ അതിനനുസരിച്ചിരിക്കും ഡൂവിന് ആ സെന്റൻസിലുള്ള മീനിങ്. പ്രൈമറി ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പ്രൈമറി ഓക്സിലറീസ് നമുക്ക് മെയിൻ വെർബായും യൂസ് ചെയ്യാം. അതായത് ആ സെന്റൻസിനകത്ത് പിന്നെ മറ്റൊരു വെർബിന്റെ ആവശ്യമില്ല. ഈ സെന്റൻസ് നോക്കൂ, ഷീസ് എ ഡോക്ടർ. ഇവിടെ നമുക്ക് ഈസ് എന്ന വെർബ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. മറ്റു വെർബ്സ് ഒന്നും ഈ സെന്റൻസിലില്ല. ഇങ്ങനെയുള്ള ഒരു സെന്റൻസിൽ ഈസ് ഓക്സിലറി അല്ല, അതിവിടെ മെയിൻ വെർബായാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഷീസ് കൈൻഡ്. ഇവിടെയും ഈസ് മാത്രമാണ് ഒരേ ഒരു വെർബ്. ഈ 2 സെന്റൻസിലും ഈസ് ഓക്സിലറീസ് അല്ല, മെയിൻ വെർബ്സ് ആണ്. നമുക്ക് ഹാസും ഡൂവും ഹാവും എല്ലാം ഇങ്ങനെ മെയിൻ വെർബായി യൂസ് ചെയ്യാം, ഓക്സിലറി ആയും യൂസ് ചെയ്യാം. ഈസ് ഓക്സിലറി ആവുമ്പോൾ പിന്നെ അതിനുശേഷം ഒരു ING ഫോം വരും, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതായത് V3 വരും. ഹാസും ഹാവും ഹാഡും ഓക്സിലറീസ് ആയി യൂസ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 വരും. അവർ തനിച്ച് നിൽക്കുമ്പോൾ അവർ ഓക്സിലറീസ് അല്ല, മെയിൻ വെർബ്സ് ആണ്. ഈ സെന്റൻസ് ഷീസ് എ ഡോക്ടർ എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഈസ് കാണുമ്പോൾ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് കരുതരുത്. ഈസിന് ശേഷം ING വരുമ്പോൾ മാത്രമാണ് ആ സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആവുക. ഷി ഹാസ് എ കാർ എന്ന സെന്റൻസും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഹാസ് തനിച്ച് നിൽക്കുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഹാസിന് ശേഷം ഒരു V3 മറ്റൊരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ 3rd ഫോം വരുമ്പോൾ മാത്രമാണ് ആ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാവുന്നത്. ഇത്രയും ബേസിക് ആയ കാര്യങ്ങളാണ്, ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. മോഡൽ വെർബ്സ് ഇങ്ങനെയല്ല. മോഡൽ വെർബ്സിന് ഒരിക്കലും മെയിൻ വെർബായി നിൽക്കാൻ സാധിക്കില്ല. അതായത് മോഡൽ വെർബ്സിന് ശേഷം എപ്പോഴും നമ്മൾ മറ്റൊരു വെർബിന്റെ ഫസ്റ്റ് ഫോം V1 ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ മോഡൽ വെർബ്സ് ഹെൽപ്പിംഗ് വെർബ്സ് മാത്രമാണ്. അവർക്ക് മെയിൻ വെർബ് ആവാൻ സാധിക്കില്ല. അവരെപ്പോഴും മറ്റു വെർബ്സിന്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മോഡൽ വെർബിന് ശേഷം എല്ലായ്പ്പോഴും യൂസ് ചെയ്യുന്നത് V1 ആണ് എന്നുകൂടി ശ്രദ്ധിക്കണം. പ്രൈമറി ഓക്സിലറീസ് മെയിൻ വെർബായും ഓക്സിലറി വെർബായും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആണോ അല്ലെങ്കിൽ അല്ലേ എന്ന് ചോദിക്കേണ്ട സാഹചര്യങ്ങളിലാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ഈസ്, ആം, ആർ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നത്. ആയിരുന്നോ അല്ലെങ്കിൽ അല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിച്ച് തുടങ്ങുന്നത്. അവൾ ഒരു റൈറ്റർ ആണോ? ആണോ എന്നാണ് ചോദ്യം. ഇവിടുത്തെ സബ്ജക്റ്റ് അവളാണ്, ഷീ ആണ്. ഷീ സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ ഈസ് ആണ്. ഈസ് ഷീ എ റൈറ്റർ? റൈറ്റർ ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ്. ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ഇംഗ്ലീഷിൽ എല്ലായ്പ്പോഴും ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഈസ് ഷീ റൈറ്റർ എന്ന് ചോദിച്ചാൽ പോരാ, എ റൈറ്റർ എന്ന് തന്നെ വേണം ചോദിക്കാൻ. ഈസ് ഷീ എ റൈറ്റർ? ഒരു എന്ന അർത്ഥത്തിൽ എ ഉപയോഗിക്കാം. അവർ വിദ്യാർത്ഥികളാണോ? ഇവിടുത്തെ സബ്ജക്റ്റ് അവരാണ്. അവരെന്ന് പറയുമ്പോൾ ദേ, അതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് ആർ എന്ന ഓക്സിലറിയാണ്. ആർ ദേ സ്റ്റുഡൻസ്? സ്റ്റുഡൻസ് പ്ലൂറൽ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നില്ല. പൊതുവെ പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയും അതുപോലെ തന്നെ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയും ജനറലായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല. സിംഗുലർ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ, അതായത് എണ്ണാൻ പറ്റുന്ന നൗൺസ്, അതാണ് കൗണ്ടബിൾ നൗൺസ്, അതിൻ്റെ സിംഗുലർ ഫോം ആണെങ്കിൽ ആ ഫോമിൻ്റെ കൂടെ ഒരു ആർട്ടിക്കിൾ നിർബന്ധമായും നമ്മൾ ഉപയോഗിക്കണം.
ഞാൻ ശരിയാണോ, ഞാൻ പറഞ്ഞത് ചെയ്തത് അല്ലെങ്കിൽ അത് ശരിയാണോ, ആം ഐ റൈറ്റ്. ഈ സെന്റൻസസ് നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ നമ്മൾ ബിക്ക് ശേഷം ഉപയോഗിച്ചിട്ടുള്ളത് നൗൺസും അഡ്ജക്റ്റീവ്സും ആണ്. ഷീ, ദേ, ഐ അത് പ്രൊനൗൺ ആണ്. അത് ആക്ച്വലി ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ്. ബിക്ക് ശേഷം വന്നു എന്ന് മാത്രം. ഇത് ക്വസ്റ്റ്യൻ ആയത് കാരണം ഞാൻ പറയുന്നത് അതിന് ശേഷം വരുന്ന വേർഡ്സിനെ കുറിച്ചാണ്. റൈറ്റർ നൗൺ ആണ്, സ്റ്റുഡൻസ് നൗൺ ആണ്, റൈറ്റ് അഡ്ജക്റ്റീവ് ആണ്. ഓരോ വെർബിന് ശേഷവും നമുക്ക് ഉപയോഗിക്കാവുന്നത് ചില പ്രത്യേക തരം വേർഡ്സ് മാത്രമാണ്. ബിക്ക് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക നൗൺസും പ്രൊനൗൺസും അഡ്ജക്റ്റീവ്സും ING ഫോംസും ആണ്. പാസീവ് വോയിസിൽ നമ്മൾ ബിക്ക് ശേഷം V3 അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിളും യൂസ് ചെയ്യും. മറ്റു തരത്തിലുള്ള വേർഡ്സ് ഒന്നും തന്നെ നമുക്ക് ബിക്ക് ശേഷം ഉപയോഗിക്കാൻ സാധിക്കില്ല. സ്കൂളിൽ അവൾ നിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈസ്, ആം, ആർ അതിലേതെങ്കിലും ഒന്നാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ഇനി ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് വാസ് അല്ലെങ്കിൽ വേർ ആണ്. അവൾ നിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് അവളാണ്. അവൾ സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് വാസ് ആണ്. വേറെ നമ്മൾ പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. വാസ് ഷീ യുവർ ക്ലാസ്മേറ്റ് അറ്റ് സ്കൂൾ. അറ്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അതാണ് അതിനർത്ഥം. ഇവിടെ നമ്മൾ സ്കൂളിന്റെ കൂടെ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മളിവിടെ സംസാരിക്കുന്നത് സ്കൂൾ എന്ന കെട്ടിടത്തിനെ കുറിച്ചല്ല, ആ പഠന കാലത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂൾ എന്ന നൗണിന്റെ കൂടെ നമ്മൾ പൊതുവെ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് ആ കെട്ടിടത്തിനെ കുറിച്ചാണെങ്കിൽ തീർച്ചയായും ആർട്ടിക്കിൾ ഉപയോഗിക്കണം. അല്ലാത്ത സാഹചര്യങ്ങളിൽ അറ്റ് സ്കൂൾ എന്ന് പറയാം. വാസ് ഷീ യുവർ ക്ലാസ്മേറ്റ് അറ്റ് സ്കൂൾ. അവൾ ഹാപ്പി ആയിരുന്നു. സബ്ജക്റ്റ് ഇവിടെയും ഷീ ആണ്. വാസ് ഷീ ഹാപ്പി. നീ ഇത്ര മണ്ടനായിരുന്നു. വെർ യു സോ ഫൂളിഷ്. മണ്ടൻ ഫൂൾ ആണ്. ഫൂളിഷ് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ചും ഫൂൾ എന്ന നൗൺ ഉപയോഗിച്ചും നമുക്ക് ഈ കാര്യം ചോദിക്കാം. വെർ യു സോ ഫൂളിഷ്. നീ ഇത്ര മണ്ടനായിരുന്നോ, അല്ലെങ്കിൽ നിനക്ക് ഇത്രയധികം മണ്ടത്തരം ഉണ്ടായിരുന്നോ. ഫൂളിഷ് എന്ന് പറയുമ്പോൾ മണ്ടത്തരം ഉള്ളത് എന്നർത്ഥം. ആയിരുന്നോ എന്ന് ചോദിക്കാൻ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കുക. ആണോ എന്ന് ചോദിക്കാൻ ഈസ്, ആം, ആർ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. അല്ലേ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്, ആം, ആർ തന്നെയാണ്. നീ തിരക്കിലാണോ, ആർ യു ബിസി. നീ ക്ഷീണിതയാണോ, ആർ യു ടയേർഡ്. ആർ യു ബിസി എന്നതിൽ ബിസി അഡ്ജക്റ്റീവ് ആണ്. ആർ യു ടയേർഡ് എന്നതിൽ ടയേർഡ് V3 ആണെന്ന് തോന്നും, പക്ഷെ അതും അഡ്ജക്റ്റീവ് ആണ്. പലപ്പോഴും നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അതായത് V3 തേർഡ് ഫോം നമ്മൾ അഡ്ജക്റ്റീവായി ഉപയോഗിക്കാറുണ്ട്. ഇൻട്രസ്റ്റഡ്, ഷോക്ക്ഡ്, ടയേർഡ്, സർപ്രൈസ്ഡ്, എക്സൈറ്റഡ് ഇതെല്ലാം അഡ്ജക്റ്റീവ്സ് ആയും നമ്മൾ ഉപയോഗിക്കും, വേർബ്സ് ആയും യൂസ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നോക്കി മാത്രമേ നമുക്കത് ഇവിടെ വെർബാണോ അഡ്ജക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇവിടെ ആർ യു ടയേർഡ് എന്ന സെന്റൻസിൽ ടയേർഡ് അഡ്ജക്റ്റീവ് ആയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, വെർബായിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അവൾ ജോലി ചെയ്യുകയാണോ, ഈസ് ഷീ വർക്കിംഗ്. നീ ഉറങ്ങുകയാണോ, ആർ യു സ്ലീപ്പിംഗ്. ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റാണോ, ആം ഐ മേക്കിംഗ് എ മിസ്റ്റേക്ക്. ഇവിടെയെല്ലാം നമ്മൾ ബിക്ക് ശേഷം ഉപയോഗിച്ചത് ING ഫോംസ് ആണ്. ഈ മൂന്ന് സെന്റൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളതാണ്. ഇവിടെയും ഈസ്, ആം, ആർ ഉപയോഗിച്ചിട്ടുള്ളത് ആണോ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ജോലി ചെയ്യുകയാണോ, ഉറങ്ങുകയാണോ, ചെയ്യുന്നത് തെറ്റാണോ, ഇങ്ങനെ ആണോ എന്ന് ചോദിക്കാനാണ് നമ്മൾ ഈ മൂന്ന് ഓക്സിലറീസ് അല്ലെങ്കിൽ ഈ മൂന്ന് വേർബ്സ് ഈസ്, ആം, ആർ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു അബദ്ധമല്ലേ ചെയ്യുന്നത്, ആണോ എന്ന് ചോദിക്കാൻ മാത്രമല്ല അല്ലേ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ഈ ഓക്സിലറീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു അബദ്ധമല്ലേ ചെയ്യുന്നത്. അബദ്ധം എന്നതിന് നമുക്കിവിടെ മിസ്റ്റേക്ക് എന്ന് പറയാം. ബ്ലണ്ടർ എന്ന വാക്കും യൂസ് ചെയ്യാവുന്നതാണ്. അത് കുറച്ചുകൂടി വലിയ അബദ്ധമാണ്. സബ്ജക്റ്റ് നമ്മളാണ്, വി ആണ്. അതിന്റെ കൂടെ പിന്നെ നമ്മൾ ഉപയോഗിക്കുക ആറാണ്. അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആറിൻ്റെത് വേണം ചോദിക്കാൻ. ആണോ എന്ന് ചോദിക്കാൻ ആർ ഉപയോഗിക്കണം. അല്ലേ എന്ന് ചോദിക്കാൻ ആറിൻ്റ്. ആറിൻ വി മേക്കിംഗ് എ മിസ്റ്റേക്ക്. നമ്മളൊരു അബദ്ധമല്ലേ ചെയ്യുന്നത്, ഒരു തെറ്റല്ലേ ചെയ്യുന്നത്. ആറിൻ വി മേക്കിംഗ് എ മിസ്റ്റേക്ക്. ഇവിടെ നമുക്ക് ആറിൻ വി എന്ന് ചോദിക്കുന്നതിന് പകരം ആർ വി നോട്ട് എന്നും ചോദിക്കാം. അത് കുറച്ചുകൂടി ഫോർമലായ സ്റ്റൈലാണ്. ആർ വി നോട്ട് മേക്കിംഗ് എ മിസ്റ്റേക്ക്. നോട്ടിനെ നമുക്ക് സബ്ജക്റ്റായ വിക്ക് ശേഷം ഉപയോഗിക്കാം. ആറിനെ മാത്രം സബ്ജക്റ്റിന് മുന്നിൽ ഉപയോഗിച്ചാൽ മതി. ആർ ഇൻ വി മേക്കിംഗ് എ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആർ വി നോട്ട് മേക്കിംഗ് എ മിസ്റ്റേക്ക്. നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റല്ലേ. അല്ലേ എന്ന് ചോദിക്കാനും ഉപയോഗിക്കുന്ന ഈസ്, ആം, ആർ തന്നെയാണ്. അവൾ നിന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് അല്ലേ. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്, അവളാണ്. അവൾ എന്ന് പറയുമ്പോൾ ഷീ സിംഗുലർ സബ്ജക്റ്റ് ആണ്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് ആണ്. ഈസിൻറ്റ്. അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈസിൻറ്റ്. ഈസിൻ ഷീ യുവർ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഈസ് ഷീ നോട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഈസിൻറ്റിലെ നോട്ടിനെ എടുത്ത് നമുക്ക് ഷീക്ക് ശേഷം ഉപയോഗിക്കാം. ഈസ് ഷീ നോട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ആണോ അല്ലെങ്കിൽ അല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈസ്, ആം, ആർ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്.
ആയിരുന്നോ അല്ലെങ്കിൽ അല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ഇനി ഹാവിന് 3 ഫോംസ് ഉണ്ട്. ഹാവ്, ഹാസ്, ഹാഡ്. അതിലെ ആദ്യത്തെ 2 ഫോംസ് ഹാസും ഹാവും പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കും. ഹാവ് പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ, ഹാസ് സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ. ഹാഡ് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയും യൂസ് ചെയ്യും, പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയും ഉപയോഗിക്കും. ഉണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്. ഹാവും ഹാസും ഉണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ഹാഡ് ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഉണ്ട് എന്ന അർത്ഥത്തിൽ ഹാവ് ഉപയോഗിക്കുമ്പോൾ, ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം നമുക്ക് നൗൺസ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇങ്ങനെ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഹാസും ഹാവും ഉപയോഗിക്കുമ്പോൾ അതായിരിക്കും ആ സെന്റൻസിലെ മെയിൻ വെർബ്. അതുപോലെ തന്നെ ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലും ആയിരിക്കും. ഒരു സെന്റൻസിനകത്ത് ഹാസ് അല്ലെങ്കിൽ ഹാവ് കണ്ടാലുടൻ അത് പ്രസന്റ് പെർഫെക്റ്റിലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പ്രസന്റ് പെർഫെക്റ്റിലാവുന്നത് ഈ ഹാസിനും ഹാവിനും ശേഷം മറ്റൊരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V3 വരുന്ന സമയത്ത് മാത്രമാണ്. ഹാസും ഹാവും ഒരു സെന്റൻസിൽ തനിച്ചാണ് നിൽക്കുന്നതെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണ്. പിന്നെ ഈ ഹാസിനും ഹാവിനും ശേഷം അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നൗൺസും പ്രൊനൗൺസും മാത്രമാണ്. ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്ന് ചോദിക്കേണ്ടി വരുമ്പോഴാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ഹാഡ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. അവൾക്കൊരു മകളുണ്ട്. ഷീ ഹാസ് ഗോട്ട് എ ഡോട്ടർ. ഷീ ഹാസ് എ ഡോട്ടർ എന്ന് മാത്രം പറഞ്ഞാലും മതി. പക്ഷെ പൊതുവെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഹാസും ഹാവും ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ ഗോട്ട് കൂടി ഉപയോഗിക്കാറുണ്ട്. എനിക്കൊരു പ്രശ്നമുണ്ട്. ഐ ഹാവ് എ പ്രോബ്ലം എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് എ പ്രോബ്ലം എന്ന് പറയാം. അപ്പൊ ഈ 2 സെന്റൻസിലും ഹാവ് നമ്മൾ ഉപയോഗിച്ചത് ഉണ്ട് എന്ന അർത്ഥത്തിലാണ്. ഇനി ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിലോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. നിനക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടോ? സബ്ജക്റ്റ് യു ആണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് ഹിയോ ഷീയോ മറ്റ് സിംഗുലർ നൗൺസോ ആയിരുന്നെങ്കിൽ ഹാസ് ഉപയോഗിക്കുമായിരുന്നു. ഹാവ് യു ഗോട്ട് മെനി ഫ്രണ്ട്സ്? ധാരാളം സുഹൃത്തുക്കൾ എന്നതിന് നമ്മളോട് ഉപയോഗിച്ചത് മെനി എന്ന ഡിറ്റർമിനർ ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ പൊതുവെ നമ്മൾ എ ലോട്ട് ഓഫ് ഉപയോഗിക്കാറില്ല. അതിന് പകരം മെനി ആണ് യൂസ് ചെയ്യുന്നത്. ഹാവ് യു ഗോട്ട് മെനി ഫ്രണ്ട്സ്? നമുക്ക് ആക്ച്വലി ഇതേ ചോദ്യം ഡു ഉപയോഗിച്ചും ചോദിക്കാം. ഉണ്ടോ എന്ന് ചോദിക്കാൻ ഒരു സെന്റൻസ് എല്ലായ്പ്പോഴും ഹാവ് ഉപയോഗിച്ച് തുടങ്ങേണ്ട കാര്യമില്ല. നമുക്ക് ഡു ഉപയോഗിച്ച് തുടങ്ങാം. അങ്ങനെ വരുമ്പോൾ ഡൂവിന് ശേഷം നമ്മൾ ഹാവ് ഉപയോഗിക്കേണ്ടി വരുമെന്ന് മാത്രം. നമുക്കിത് ഇങ്ങനെയും ചോദിക്കാം. ഡു യു ഹാവ് മെനി ഫ്രണ്ട്സ്? ഹാവ് യു ഗോട്ട് മെനി ഫ്രണ്ട്സ് എന്ന് ചോദിച്ചാലും ഡു യു ഹാവ് മെനി ഫ്രണ്ട്സ് എന്ന് ചോദിച്ചാലും ഒരേ അർത്ഥം തന്നെയാണ്. ഹാവ് യു മെനി ഫ്രണ്ട്സ് എന്ന് പൊതുവെ ചോദിക്കില്ല. ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഹാവ് ഉപയോഗിച്ചൊരു ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ പിന്നെ അതിനുശേഷം ഗോട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യും. ഹാവ് യു മെനി ഫ്രണ്ട്സ് എന്ന് ചോദിച്ചാൽ അത് ഗ്രാമാറ്റിക്കലി തെറ്റല്ല, പക്ഷെ അങ്ങനെ ചോദിക്കുന്നത് വളരെ അൺയൂഷ്വൽ ആണ്. ഗോട്ട് ഉപയോഗിച്ചാണ് പൊതുവെ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ഡു ഉപയോഗിച്ചും ചോദിക്കാം. ഡു ഉപയോഗിച്ച് ഈ ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ അതിനുശേഷം സബ്ജക്റ്റിന് ശേഷം ഹാവ് നിർബന്ധമായും ഉണ്ടായിരിക്കും. അപ്പൊ ഉണ്ടോ എന്ന് ചോദിക്കാൻ ആ ക്വസ്റ്റ്യൻ ഹാവ് ഉപയോഗിച്ച് തന്നെ തുടങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്കത് ഡു ഉപയോഗിച്ച് തുടങ്ങാം, ഡസ് ഉപയോഗിച്ച് തുടങ്ങാം. അതിനുശേഷം ഹാവ് ഉപയോഗിക്കണമെന്ന് മാത്രം. അവൾക്ക് ഒരു ജോലിയുണ്ടോ? ഇവിടെയും ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. സബ്ജക്റ്റ് ഷീ ആണ്, അവളാണ്. അപ്പൊ നമുക്കിവിടെ വേണ്ടത് ഹാവ് അല്ല ഹാസ് ആണ്. ഹാസ് ഷീ ഗോട്ട് എ ജോബ്? അവൾക്കൊരു ജോലിയുണ്ടോ? ഹാസിന് പകരം നമുക്കിവിടെ എന്ത് ഉപയോഗിക്കാം? ഡസ് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ഡസിന് ശേഷം ഹാവ് ഉപയോഗിക്കണം. ഹാസ് അല്ല ഉപയോഗിക്കുന്നത്, ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഡസ് ഷീ ഹാവ് എ ജോബ്? അവൾക്ക് ഒരു ജോലിയുണ്ടോ? സബ്ജക്റ്റ് സിംഗുലർ ആയത് കാരണമാണ് നമ്മൾ ഹാസും ഡസും ഉപയോഗിക്കുന്നത്. പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ യുവിന്റെയും ഐയുടെയും കൂടെ നമ്മൾ ഉപയോഗിക്കുക ഹാവും ഡൂവും ആണ്. നിനക്ക് കാർ ഇല്ലേ? ഉണ്ടോ എന്ന് ചോദിക്കാൻ മാത്രമല്ല ഇല്ലേ എന്ന് ചോദിക്കാനും നമുക്ക് ഹാസും ഹാവും ഉപയോഗിക്കാം. നിനക്ക് കാർ ഇല്ലേ? ഡോണ്ട് യു ഹാവ് എ കാർ? ഹാവിൻറ്റ് യു ഗോട്ട് എ കാർ? നിനക്ക് ഒരു കാർ ഇല്ലേ? ഇവിടെ എ കാർ എന്ന് വേണം പറയാൻ. മലയാളത്തിൽ എഴുതിയപ്പോൾ കാർ ഇല്ലേ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഇംഗ്ലീഷിലെ കാർ ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ കൂടെ ആർട്ടിക്കിൾ നിർബന്ധമായി ഉപയോഗിക്കണം. നിനക്ക് ഒരു കാർ ഇല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് അങ്ങനെയാണ് വരുന്നത്, ഹാവിൻറ്റ് യു ഗോട്ട് എ കാർ. ഹാവിൻറ്റ് യു ഉപയോഗിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തുടങ്ങാം, അല്ലെങ്കിൽ ഡോണ്ട് യു ഉപയോഗിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തുടങ്ങാം. ഡോണ്ട് യു ഉപയോഗിച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ പിന്നെ സബ്ജക്റ്റിന് ശേഷം അവിടെ ഹാവ് വരുന്നുണ്ട്. ഹാവിൻറ്റ് ഉപയോഗിച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ സബ്ജക്റ്റിന് ശേഷം നമ്മൾ അവിടെ ഗോട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിനക്ക് ഇവിടെ സുഹൃത്തുക്കൾ ആരുമില്ലേ? സബ്ജക്റ്റ് യു ആണ്. ഇല്ലേ എന്ന് ചോദിക്കാനായി നമുക്ക് ഹാവിൻറ്റ് ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ തുടങ്ങാം, അല്ലെങ്കിൽ ഡോണ്ട് ഉപയോഗിച്ച് തുടങ്ങാം. ഡോണ്ട് യു ഹാവ് എനി ഫ്രണ്ട്സ് ഹിയർ? ആരും എന്ന അർത്ഥത്തിലാണ് നമ്മൾ എനി ഫ്രണ്ട്സ് എന്ന് ചോദിക്കുന്നത്. ഡോണ്ട് യു ഹാവ് എനി ഫ്രണ്ട്സ് ഹിയർ അല്ലെങ്കിൽ ഹാവിൻറ്റ് യു ഗോട്ട് എനി ഫ്രണ്ട്സ് ഹിയർ? ഇല്ലേ എന്ന് ചോദിക്കാൻ നമുക്കൊരു ക്വസ്റ്റ്യൻ ഹാവിൻറ്റ് ഉപയോഗിച്ച് തുടങ്ങാം, അല്ലെങ്കിൽ ഡോണ്ട് ഉപയോഗിച്ച് തുടങ്ങാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇതും നമുക്ക്
ഡു ഉപയോഗിച്ചോ ഹാവ് ഉപയോഗിച്ചോ ചോദിക്കാം. ഡു ആണെങ്കിൽ പിന്നെ അതിനുശേഷം ഹാവ് ആദ്യം ഉപയോഗിക്കണം. ഹാവ് യു ഗോട്ട് എനി ക്വസ്റ്റ്യൻസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? നീ നിന്റെ എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിച്ചിട്ടുണ്ടോ? ഇവിടെയും ഉണ്ടോ എന്ന ചോദ്യം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് ഉണ്ടോ എന്ന് മാത്രമല്ല, ക്ഷണിച്ചിട്ടുണ്ടോ എന്നാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ തുടങ്ങുന്നത് ഹാവ് ഉപയോഗിച്ചാണ്, ഡു ഉപയോഗിച്ചല്ല. ഇവിടെ ഹാവ് മെയിൻ വെർബ് അല്ല. ഈ സെന്റൻസിനകത്ത് ഹാവ് ഓക്സിലറി ആയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മെയിൻ വെർബായി ക്ഷണിക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന മറ്റൊരു വെർബ് ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെ ഹാവ് ഓക്സിലറി ആയി വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഹാവ് ഉപയോഗിച്ച് തന്നെ വേണം ആ ക്വസ്റ്റ്യൻ തുടങ്ങാൻ. നമുക്ക് ഡു ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കില്ല. നീ നിന്റെ എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിച്ചിട്ടുണ്ടോ? സബ്ജക്റ്റ് യു ആണ്. ഹാവ് യു ഇൻവൈറ്റഡ് ഓൾ ഓഫ് യുവർ ഫ്രണ്ട്സ്? ഹാവ് യു ഇൻവൈറ്റഡ് ഓൾ ഓഫ് യുവർ ഫ്രണ്ട്സ്? ഓൾ ഓഫ് യുവർ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാ സുഹൃത്തുക്കളും. ഹാസിനും ഹാവിനും ശേഷം നൗൺസ് അല്ലെങ്കിൽ പ്രൊനൗൺസ് വരുന്ന സാഹചര്യങ്ങളിൽ, അതായത് നമ്മൾ നമ്മുടെ പൊസിഷനെ കുറിച്ച്, പ്രോബ്ലംസിനെ കുറിച്ച്, റിലേഷൻഷിപ്സിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്താണ് നമുക്ക് ഹാസിനും ഹാവിനും പകരം ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഹാവിന് ശേഷം വരുന്നത് ഒരു V3 ആണ്, ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ചോദ്യം ഉണ്ടോ എന്നല്ല, ക്ഷണിച്ചിട്ടുണ്ടോ എന്നാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഹാവ് ഉപയോഗിച്ച് തന്നെ വേണം ആ ക്വസ്റ്റ്യൻ തുടങ്ങാൻ. ഡു അവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഡുവിന് പകരം പക്ഷെ നമുക്കിവിടെ ഡിഡ് വേണമെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഡിഡ് യു ഇൻവൈറ്റ് ഓൾ ഓഫ് യുവർ ഫ്രണ്ട്സ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. പലപ്പോഴും നമുക്ക് പ്രസന്റ് പെർഫെക്റ്റിന് പകരം സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം, വഴിയെ നോക്കാം. നീ പണം അയച്ചോ? ചെയ്തോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡിഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഹാവ് ഉപയോഗിച്ച് തന്നെ ഈ ക്വസ്റ്റ്യൻ തുടങ്ങാം. ഹാവ് യു സെൻഡ് ദ മണി അല്ലെങ്കിൽ ഡിഡ് യു സെൻഡ് ദ മണി? ഹാവ് യു സെൻഡ് ദ മണി? ഇവിടെയും നമ്മൾ ഹാവ് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്സിലറി വെർബ് ആയിട്ടാണ്, മെയിൻ വെർബ് ആയിട്ടല്ല. ഹാവിന് ശേഷം ഒരു വെർബ് വരുന്ന സമയത്ത് ഹാവ് എപ്പോഴും ഓക്സിലറി ആണ്. ഹാവിന് ശേഷം ഒരു നൗൺ വരുന്ന സാഹചര്യങ്ങളിലാണ് ഹാവ് മെയിൻ വെർബായി വരുന്നത്. ഹാവ് യു സെൻഡ് ദ മണി? സെൻഡ് ഇവിടെ V3 ആണ്. ഹാസിനും ഹാവിനും ഹാഡിനും ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും V3 ആയിരിക്കും. ഇത് തന്നെ നമുക്ക് ഡിഡ് ഉപയോഗിച്ചും ചോദിക്കാം. പണം അയച്ചത് എപ്പോഴാണെന്ന് പറയുന്നില്ല, അയച്ചോ എന്ന് മാത്രമാണ് ചോദ്യം. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ തുടങ്ങാൻ ഡിഡ് ഉപയോഗിച്ചാണ്, ഹാവ് ഉപയോഗിച്ചല്ല. ഡിഡ് യു സെൻഡ് ദ മണി? നീ പണം അയച്ചോ? ഡിഡിന് ശേഷം പിന്നെ നമ്മൾ ഉപയോഗിച്ചത് V1 ആണ്. ഹാവിന് ശേഷം ഉപയോഗിക്കുന്നത് V3 ആണ്. അതുകൂടി ശ്രദ്ധിക്കണം. ഹാസിനും ഹാവിനും ഹാഡിനും ശേഷം മറ്റു വേർബ്സിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് നമ്മൾ ഉപയോഗിക്കുക. അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഹാസും ഹാവും ഹാഡും മെയിൻ വെർബായി വരുന്ന സാഹചര്യങ്ങളിൽ അതിനുശേഷം ഉപയോഗിക്കുന്ന നൗണോ പ്രൊനൗണോ ആയിരിക്കും. ഡൂവിനും ഡസിനും ഡിഡിനും ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എല്ലായ്പ്പോഴും അതിന്റെ ഫസ്റ്റ് ഫോം V1 ഫോമിലായിരിക്കണം. അതായത് ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. അവൻ എത്തിയോ? ഹാസ് ഹി അറൈവ്ഡ് അല്ലെങ്കിൽ ഡിഡ് ഹി അറൈവ് എന്നും ചോദിക്കാം. ഹാസ് ഹി അറൈവ്ഡ്? എത്തിയോ? അപ്പൊ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചോ, സംഭവിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുന്ന സാഹചര്യങ്ങളിലും നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ചിട്ടാണ്. ഉണ്ടോ എന്ന് ചോദിക്കാൻ ഹാസും ഹാവുമാണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വേണമെങ്കിൽ നമുക്ക് ആ ചോദ്യം ഡൂവും ഡസ് ഉപയോഗിച്ചും ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ ഡൂവിനും ഡസിനും ശേഷം ഹാവ് ഉപയോഗിക്കണം, അത്രയേ ആവശ്യമുള്ളൂ. പക്ഷേ സബ്ജക്റ്റായി ദർ എന്ന വേർഡ് വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഹാസും ഹാവും അല്ല, ഈസ് ആണ്. ബിയുടെ ഒരു ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈസ്, ആം, ആർ, അതിലേതെങ്കിലും ഒന്നായിരിക്കും ഉപയോഗിക്കുക. ഒരു പ്രശ്നം ഉണ്ടോ? ഈസ് ദർ എ പ്രോബ്ലം? ഹാസ് ദർ എ പ്രോബ്ലം എന്ന് ചോദിക്കരുത്. ദറിന്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസും ആറും ആണ്. ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വാസും വേറുമാണ്. ദറിന്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഹാസോ ഹാവോ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിനു പകരം നമുക്ക് വേണ്ടത് ഈസും ആറുമാണ്. ഈസ് ദർ എ പ്രോബ്ലം? ഒരു പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈസ് ദർ എനി പ്രോബ്ലം? എ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എനി പ്രോബ്ലം ആണ്. ഈസ് ദർ എനി പ്രോബ്ലം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് തന്നെ നമുക്ക് ആർ ഉപയോഗിച്ചും ചോദിക്കാം. ആർ ദർ എനി പ്രോബ്ലംസ്? ദറിന് ശേഷം വരുന്ന നൗൺ സിംഗുലർ ആണെങ്കിൽ ദറിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബും സിംഗുലർ ആയിരിക്കും. ഈ സിംഗുലർ വെർബാണ്. പ്രോബ്ലം സിംഗുലർ നൗൺ ആണ്. ഇവിടെ നമ്മൾ പ്രോബ്ലം എന്ന സിംഗുലർ നൗണിന് പകരം പ്രോബ്ലംസ് എന്ന പ്ലൂറൽ നൗൺ ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ തുടങ്ങുക ആർ ഉപയോഗിച്ചാണ്. ആർ ദർ എനി പ്രോബ്ലംസ്? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അപ്പൊ ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഹാസും ഹാവും മാത്രമല്ല ഈസും ആറും ഉപയോഗിക്കാൻ സാധിക്കും. ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയും നമുക്ക് വാസും വേറും ഉപയോഗിക്കാം. ദറിന് മുന്നിൽ മാത്രമേ ഈ അർത്ഥത്തിൽ നമുക്ക് ഈസും ആമും വാസും വേറും ഉപയോഗിക്കാൻ സാധിക്കും. മരത്തിൽ ധാരാളം മാങ്ങകളുണ്ടോ? ഉണ്ടോ? ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന ഹാവ് അല്ല,
ആറാണ്. ആർ ദർ മെനി മാംഗോസ് ഓൺ ദ ട്രീ. ഇവിടെ മാംഗോസ് പ്ലൂറൽ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ദറിന് മുന്നിൽ പിന്നെ ഉപയോഗിച്ചത് ഒരു പ്ലൂറൽ വെർബാണ്. ആറാണ് യൂസ് ചെയ്യുന്നത്, ഈസ് അല്ല. പഞ്ചസാര വല്ലതും ബാക്കിയുണ്ടോ, എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ലെഫ്റ്റ് ആണ്. ഈസ് ദർ എനി ഷുഗർ ലെഫ്റ്റ്. ഇനി ഡു, ഡസ്, ഡിഡ് ഇത് ഉപയോഗിച്ചൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തുടങ്ങുന്നത് നോക്കാം. അപ്പൊ നേരത്തെ നമ്മൾ ചില എക്സാമ്പിൾസിൽ ഉണ്ടോ എന്ന് ചോദിക്കാനായും ഡൂവും ഡസ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ തുടങ്ങുക എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ ഡൂവിനും ഡസിനും ശേഷം നിർബന്ധമായും നമ്മൾ ഹാവ് കൂടി ഉപയോഗിക്കണം. ചോദ്യം ഒരു ഹാബിറ്റിനെ കുറിച്ച്, ഒരു റുട്ടീനെ കുറിച്ച്, ജനറൽ ആയ ഒരു ട്രൂത്തിനെ കുറിച്ച്, ഒരു പ്രിഫറൻസിനെ കുറിച്ച്, ഒരു ഇഷ്ടത്തിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഡു, ഡസ് ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചായിരിക്കും. നീ ഇംഗ്ലീഷ് ഫിലിംസ് കാണാറുണ്ടോ? കാണാറുണ്ടോ ഇതൊരു ഹാബിറ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ്. സബ്ജക്റ്റ് നീയാണ്, അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഡുവേ ഉപയോഗിക്കാൻ സാധിക്കൂ. സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ് നമ്മൾ ഡസ് ഉപയോഗിക്കുന്നത്. ഡു യു വാച്ച് ഇംഗ്ലീഷ് ഫിലിംസ്? ഡു യു വാച്ച് ഇംഗ്ലീഷ് ഫിലിംസ്. ഇങ്ങനെ കാണാറുണ്ടോ, വരാറുണ്ടോ, പോവാറുണ്ടോ, ചെയ്യാറുണ്ടോ, പറയാറുണ്ടോ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ എപ്പോഴും തുടങ്ങുന്നത് ഡു ഉപയോഗിച്ചായിരിക്കും. ഡു യു വാച്ച് ഇംഗ്ലീഷ് ഫിലിംസ്? നീ ഇംഗ്ലീഷ് സിനിമകൾ കാണാറുണ്ടോ? ഒരു ഹാബിറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നീ കൂടെ കൂടെ ബീച്ചിൽ പോവാറുണ്ടോ? കൂടെ കൂടെ എന്നതിന് നമുക്ക് ഓഫൺ എന്ന അഡ്വർബ് ഉപയോഗിക്കാം. ഡു യു ഓഫൺ ഗോ ടു ദ ബീച്ച്? ഡു യു ഓഫൺ ഗോ ടു ദ ബീച്ച്? ഓഫൺ പൊതുവെ നമ്മൾ വെർബിന്റെ കൂടെ യൂസ് ചെയ്യുക, അതായത് മെയിൻ വെർബിന് മുന്നിലായിട്ടാണ് ഉപയോഗിക്കുക. വേണമെങ്കിൽ നമുക്ക് ഇതിനെ സെന്റൻസിന്റെ അവസാനത്തേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഈ ചോദ്യവും ഒരു ഹാബിറ്റിനെ കുറിച്ചുള്ളതാണ്. അങ്ങനെ ചെയ്യാറുണ്ടോ എന്നാണ് ചോദ്യം, പോവാറുണ്ടോ. അപ്പൊ ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്. സബ്ജക്റ്റ് യു ആയത് കാരണമാണ് നമ്മൾ ഡു ഉപയോഗിച്ചത്. സബ്ജക്റ്റ് ഹിയോ ഷിയോ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഡസ് ആണ്. അവൻ ഇവിടെ ഇടയ്ക്കിടെ വരാറുണ്ടോ? ഡസ് ഹി ഓഫൺ കം ഹിയർ? അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹാബിറ്റിനെ കുറിച്ച് പറയാൻ, ലൈക്കിനെ കുറിച്ച് പറയാൻ, ഡിസ്ലൈക്കിനെ കുറിച്ച് പറയാൻ, റുട്ടീൻസിനെ കുറിച്ച് പറയാൻ, ജനറൽ ആയ ഫാക്ട്സിനെ കുറിച്ച് പറയാൻ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡൂവും ഡസും ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഹാബിറ്റ്സിനെ കുറിച്ചൊന്നും പറയാൻ വേണ്ടി മാത്രമല്ല, കഴിവുകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസിലും നമുക്ക് ഡൂവും ഡസും ഉപയോഗിക്കാൻ സാധിക്കും. പലപ്പോഴും ഇതിന് പകരം നമുക്ക് ക്യാനും ഉപയോഗിക്കാൻ സാധിക്കും. അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്? ഇത് തന്നെ നമുക്ക് ക്യാൻ ഉപയോഗിച്ച് ചോദിക്കാം. ക്യാൻ ഹി സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് ചോദിക്കാം. ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്? ഡസ് ഉപയോഗിച്ചൊരു ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ പിന്നെ സബ്ജക്റ്റിന് ശേഷം വരുന്ന വെർബിന്റെ കൂടെ എസ് ഉപയോഗിക്കുന്നില്ല എന്ന് കൂടി ശ്രദ്ധിക്കണം. ഡസ് ഹി സ്പീക്സ് അല്ല, ഇതിന്റെ അഫർമേറ്റീവ് ഫോം ഹി സ്പീക്സ് ഇംഗ്ലീഷ് എന്നതാണ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഹി സ്പീക്സ് ഇംഗ്ലീഷ്. അപ്പോൾ അത് അഫർമേറ്റീവ് ഫോം ആയ സമയത്ത് നമ്മൾ സബ്ജക്റ്റ് ഹി ആയത് കാരണം വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തു. ഇത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്മൾ തുടങ്ങുന്നത് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിച്ചാണ്. പിന്നെ അതിനുശേഷം ഈ ഓക്സിലറീസിന് ശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക V1 ആണ്. അതിന്റെ കൂടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും നമ്മൾ എസ് ഒന്നും ആഡ് ചെയ്യില്ല. ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്? കഴിവുകളെ കുറിച്ചുള്ള ഇത്തരം ചോദ്യങ്ങളും നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിച്ച് തുടങ്ങാം. ക്യാൻ ഉപയോഗിച്ചും ഇതേ ചോദ്യങ്ങൾ ചോദിക്കാം. നിനക്ക് അവളെ അറിയാമോ? ഒരാളെ അറിയാമോ? മനസ്സിലാവുന്നുണ്ടോ? ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? ഇതെല്ലാം ചോദിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത് ഡൂവും ഡസും ആണ്. ഡു യു നോ ഹർ? നിനക്ക് അവളെ അറിയാമോ? നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ആർ യു അണ്ടർസ്റ്റാൻഡിങ് അല്ല, ഡു യു അണ്ടർസ്റ്റാൻഡ്. നോ, അണ്ടർസ്റ്റാൻഡ് ഇതുപോലത്തെ വെർബ്സ് ഇംഗ്ലീഷിൽ നമ്മൾ കണ്ടിന്യൂസ് ഫോമിൽ യൂസ് ചെയ്യില്ല. അതായത് ഈ വെർബ്സിന്റെ ING ഫോം നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് V1 ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അവൾ കഠിനമായി ജോലി ചെയ്യുമോ? ഇത് അവളുടെ ഹാബിറ്റിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ ഹാബിറ്റ്സിനെ കുറിച്ചാണെങ്കിൽ നമ്മളത് തുടങ്ങുന്നത് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിച്ചായിരിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് അവളായത് കാരണം നമ്മളത് തുടങ്ങുന്നത് ഡസ് ഉപയോഗിച്ചാണ്. ഡസ് ഷീ വർക്ക് ഹാർഡ്? ഇവിടെ വർക്കിന്റെ കൂടെ എസ് ഉപയോഗിച്ചിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം. ഡസ് തന്നെ ആ സെന്റൻസിനെ സിംഗുലർ ആക്കി മാറ്റി കഴിഞ്ഞു. ഇനി നമുക്കത് സിംഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായി വർക്കിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡസ് ഷീ വർക്ക് ഹാർഡ്? അവൾ പാടുമോ? ഈ ചോദ്യം നമുക്ക് ക്യാൻ ഉപയോഗിച്ച് ചോദിക്കാം. ഡു ഉപയോഗിച്ചും നമുക്കിത് ചോദിക്കാം. ഡസ് ഷീ സിംഗ്? നീ എഴുതുമോ? ഡു യു റൈറ്റ്? ക്യാൻ ഷീ സിംഗ് എന്ന് ചോദിച്ചാൽ അവൾക്ക് പാടാൻ കഴിയുമോ എന്നർത്ഥമാണ്. ക്യാൻ യു റൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എഴുതാൻ കഴിയുമോ എന്നർത്ഥമാണ്. ഇവിടെ നമുക്ക് എഴുതുമോ, പാടുമോ ഇതെല്ലാം ചോദിക്കാനായി നമുക്ക് ക്യാൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിച്ചാൽ മതി. ഡസ് ഷീ സിംഗ്? അവൾ പാടുമോ? നീ ഇന്നലെ അവനെ കണ്ടോ? ഇതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? ഒരു കാര്യം സംഭവിച്ചോ എന്നാണ് ചോദ്യം. സമയം കൃത്യമായും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നോ, നടന്നിട്ടുണ്ടോ,
പോയോ, പോയിട്ടുണ്ടോ, വന്നോ, വന്നിട്ടുണ്ടോ, ഇതെല്ലാം ചോദിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഹാവ് ഉപയോഗിച്ച് തുടങ്ങാം, അല്ലെങ്കിൽ ഡിഡ് ഉപയോഗിച്ച് തുടങ്ങാം. എല്ലായ്പ്പോഴും ഹാവിന് പകരം ഇവിടെ ഡിഡ് ഉപയോഗിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഡിഡിന് പകരം ഹാവ് ഉപയോഗിക്കാൻ സാധിക്കില്ല. സമയം വ്യക്തമായി പറയുന്നുണ്ടെങ്കിൽ, അതായത് ആ കാര്യം നടന്ന സമയം വ്യക്തമായി പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഉപയോഗിക്കുന്നത് ഡിഡ് ആണ്. അവിടെ ഹാസും ഹാവും ഉപയോഗിക്കരുത്. നീ ഇന്നലെ അവനെ കണ്ടോ, ഇന്നലെ കണ്ടോ എന്നാണ് ചോദ്യം. ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ. ഹാവ് യു സീൻ അല്ല, ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ. ഇവിടെ ഡിഡിന് ശേഷം സബ്ജക്റ്റായി യു ഉപയോഗിച്ചു, പിന്നെ അതിന് ശേഷം വരുന്നത് സോ എന്ന V2 അല്ല, സി എന്ന V1 ആണ്. ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ. ഡൂവിനും ഡസിനും ഡിഡിനും ശേഷം എല്ലായ്പ്പോഴും നമ്മൾ ഉപയോഗിക്കുക V1 ആണ്. ഹാസിനും ഹാവിനും ഹാഡിനും ശേഷം ഒരു വെർബ് വരുന്നുണ്ടെങ്കിൽ അത് അതിന്റെ തേർഡ് ഫോമില് P3-യിലായിരിക്കും. ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ. ഈ ചോദ്യം നമുക്ക് ഹാവ് ഉപയോഗിച്ച് ചോദിക്കാൻ പറ്റില്ല. ഇവിടെ സമയം വ്യക്തമായി പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഡിഡ് ആണ്. നീ അവനെ കണ്ടിട്ടുണ്ടോ. രണ്ടാമത്തെ ചോദ്യത്തിൽ പക്ഷെ സമയം ഒന്നും ചോദിക്കുന്നില്ല, കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ചിട്ടായിരിക്കും. നീ അവനെ കണ്ടിട്ടുണ്ടോ. ഹാവ് യു സീൻ ഹിം. ഹാവ് യു സീൻ ഹിം എന്ന് ചോദിച്ചാൽ സമയം അവിടെ പ്രസക്തമല്ല, നേരത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, ആ ഒരു അർത്ഥമാണ് അതിനുള്ളത്. അപ്പൊ ഈ ഒരു മീനിങ്ങിൽ സമയം ഒന്നും വ്യക്തമായി പറയാതെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ആ ക്വസ്റ്റ്യൻ തുടങ്ങുക ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ചിട്ടായിരിക്കും. സമയം പറയുന്ന സാഹചര്യങ്ങളിൽ വ്യക്തമായി ആ സംഭവം എപ്പോഴാണ് നടന്നത് എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിഡ് ഉപയോഗിച്ചാണ് തുടങ്ങുക, ഹാസും ഹാവ് ഉപയോഗിച്ചല്ല. നീ ആ ജോലിക്ക് അപേക്ഷിച്ചോ. ഡിഡ് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്. ഇവിടെ സമയമൊന്നും പറയുന്നില്ല, പക്ഷെ അപേക്ഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഡിഡ് ഉപയോഗിച്ചാണ്. ഡിഡ് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്. നീ ആ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടോ. അപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് പ്രസന്റ് പെർഫെക്റ്റിലാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഹാവ് ഉപയോഗിച്ചാണ്. ഹാവ് യു അപ്ലൈഡ് ഫോർ ദാറ്റ് ജോബ്. ഈ രണ്ട് സെന്റൻസിന്റെയും അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്. ആദ്യത്തെ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, അത് നമ്മൾ ഡിഡ് ഉപയോഗിച്ച് തുടങ്ങി. രണ്ടാമത്തെ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്, അത് നമ്മൾ ഹാവ് ഉപയോഗിച്ച് തുടങ്ങി. ഇങ്ങനെ സമയം എപ്പോൾ അപേക്ഷിച്ചു എന്ന് പറയാതെ, എപ്പോൾ നടന്നു എന്ന് പറയാതെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നടന്നോ എന്ന് ചോദിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം, പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഡിഡ് ഉപയോഗിച്ച് തുടങ്ങും. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ച് തുടങ്ങും. ഇവിടെ ഡിഡിന് പകരം നമുക്ക് ഡു ഉപയോഗിക്കാൻ പറ്റില്ല. നീ അവനെ തിരിച്ചറിഞ്ഞോ. ഡിഡ് യു റെക്കഗ്നൈസ് ഹിം. ഇവിടെ നമ്മൾ പൊതുവെ ഹാവ് ഉപയോഗിക്കില്ല. ഇവിടെ സമയമൊന്നും പറയുന്നില്ല, പക്ഷേ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതോ ഒരു പർട്ടിക്കുലർ ഒക്കേഷൻ, പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത് അവനെ കണ്ട സമയത്ത് തിരിച്ചറിഞ്ഞോ എന്നാണ് ചോദ്യം. സമയം വ്യക്തമായി പറയുന്നില്ലെങ്കിൽ പോലും അത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. പാസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ഊഹിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്, പ്രസന്റ് പെർഫെക്റ്റ് അല്ല. ഡിഡ് യു റെക്കഗ്നൈസ് ഹിം. നീ അവനെ തിരിച്ചറിഞ്ഞോ. ഹാവ് യു റെക്കഗ്നൈസ്ഡ് ഹിം അല്ല, ഡിഡ് യു റെക്കഗ്നൈസ്. നീ അവനെ ഇന്നലെ കണ്ടോ. ഇന്നലെ സമയം പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഹാസോ ഹാവോ ഉപയോഗിക്കാൻ പറ്റില്ല. ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ. ഇന്നലെ പാസ്റ്റിലുള്ളൊരു സമയമാണ്, അതുകൊണ്ട് തന്നെ ഡൂവും ഡസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് പകരം ഡിഡാണ് ഉപയോഗിക്കുന്നത്. ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ. നീ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ. സമയം പറയുന്നില്ല, എപ്പോഴോ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ ഇത് ചോദിക്കാൻ നമ്മൾ ഹാവ് തന്നെ ഉപയോഗിക്കാം. ഹാവ് യു സീൻ ഹിം ഫോർ. നീ ഇതിനു മുമ്പ് അവനെ കണ്ടിട്ടുണ്ടോ. ഡിഡ് യു സീ ഹിം ബിഫോർ അല്ല, ബിഫോറിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹാവ് യു സീൻ ഹിം ബിഫോർ. ഇന്നലെ ടിവിയിൽ നീ ആ ഫിലിം കണ്ടോ. ഇന്നലെ നടന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുന്നത് ഡിഡ് ഉപയോഗിച്ചാണ്, ഹാവ് ഉപയോഗിച്ചല്ല. ഡിഡ് യു സീ ദാറ്റ് ഫിലിം ഓൺ ടെലിവിഷൻ യെസ്റ്റർഡേ അല്ലെങ്കിൽ ഓൺ TV യെസ്റ്റർഡേ. യെസ്റ്റർഡേ പാസ്റ്റ് ടൈം എക്സ്പ്രഷൻ ആണ്, അതിന്റെ കൂടെ നമുക്ക് ഹാവ് ഉപയോഗിക്കാൻ പറ്റില്ല. നീ ആ ഫിലിം കണ്ടിട്ടുണ്ടോ. ഇവിടെ സമയമൊന്നും പ്രസക്തമല്ല, നേരത്തെ എപ്പോഴോ അത് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ ഇത് നമ്മൾ ചോദിക്കുന്നത് ഹാവ് ഉപയോഗിച്ച് തന്നെയാണ്. ഹാവ് യു സീൻ ദാറ്റ് ഫിലിം. നീ ആ സിനിമ കണ്ടിട്ടുണ്ടോ. ഇന്നലെ TV-യിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് പാസ്റ്റിലെ വളരെ ഡെഫിനിറ്റായ വ്യക്തമായ ഏതോ ഒരു സമയത്ത് ഒരു കാര്യം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നടന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിഡ് ഉപയോഗിച്ച് വേണം തുടങ്ങാൻ. അങ്ങനെ സമയം പറയാതെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ എന്ന് മാത്രം ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ച് തുടങ്ങാം. ഇനി കഴിഞ്ഞ ലെസന്റെ അവസാനം കൊടുത്തിട്ടുണ്ടായിരുന്ന സെന്റൻസസ് നോക്കാം. പല അപകടങ്ങൾക്കും കാരണമാവുന്നത് ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗ് ആണ്. ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ കെയർലെസ് ഡ്രൈവിംഗ്. പല അപകടങ്ങൾ, മെനി ആക്സിഡൻസ്. ആ ആക്സിഡന്റിന് കാരണമാവുന്നത് ശ്രദ്ധയില്ലാത്ത വാഹനം ഓടിക്കലാണ്.
ഇവിടെ ആക്സിഡൻസ് അല്ല ആക്ഷൻ ഒന്നും ചെയ്യുന്നത്. ശ്രദ്ധയില്ലാതെ വാഹനം ഓടിക്കുന്നവരാണ് ആക്ഷൻ ചെയ്യുന്നത്. ആക്സിഡന്റ് അതിന്റെ റിസൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് പാസീവ് വോയിസിലുള്ളതാണ്. മെനി ആക്സിഡൻസ് ആർ കോസ്ഡ് ബൈ കെയർലെസ് ഡ്രൈവിംഗ്. നമുക്കിത് ആക്റ്റീവ് വോയിസിലും പറയാം. കെയർലെസ് ഡ്രൈവിംഗ് കോസസ് മെനി ആക്സിഡൻസ് എന്ന് പറയാം. കെയർലെസ് ഡ്രൈവിംഗ് കോസസ് മെനി ആക്സിഡൻസ്. അതിനർത്ഥം ശ്രദ്ധയില്ലാത്ത വാഹനം ഓടിക്കൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. കെയർലെസ് ഡ്രൈവിംഗ് കോസസ് മെനി ആക്സിഡൻസ്. ഇവിടുത്തെ രണ്ടാമത്തെ സെന്റൻസ് ആക്റ്റീവ് വോയിസിലും ആദ്യത്തെ സെന്റൻസ് പാസീവ് വോയിസിലുമാണ്. എത്ര മണിക്കാണ് ബാങ്കുകൾ അടയ്ക്കുന്നത്? ഇതൊരു ടൈം ടേബിളിന്റെ ഭാഗമായ ഒരു പ്രവൃത്തിയെ കുറിച്ചുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. വാട്ട് ടൈം ഡു ബാങ്ക്സ് ക്ലോസ്? വാട്ട് ടൈം എത്ര മണി? ഡു ബാങ്ക്സ് ക്ലോസ്. ഇവിടെ ദ ബാങ്ക്സ് എന്ന് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ചില പെർട്ടിക്കുലർ ബാങ്ക്സ് ആണ്. ബാങ്ക്സ് എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ ജനറൽ ആയാണ് സംസാരിക്കുന്നത്. വാട്ട് ടൈം ഡു ദ ബാങ്ക്സ് ക്ലോസ്? അവൻ ഇന്ന് ഓഫീസിലില്ല. ഓഫീസിൽ എന്നതിന് നമുക്ക് അറ്റ് വർക്ക് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. അതാണ് പൊതുവെ ഇംഗ്ലീഷുകാർ യൂസ് ചെയ്യുന്ന വേർഡ്. ഇൻ ദ ഓഫീസ്, അറ്റ് ദ ഓഫീസ് അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ കൂടുതലായി നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിച്ച് കാണുന്ന എക്സ്പ്രഷൻ അറ്റ് വർക്കാണ്. അവൻ ഇന്ന് ഓഫീസിലില്ല. ഹി ഈസ് നോട്ട് അറ്റ് വർക്ക് ടുഡേ. ഹി ഈസ് നോട്ട് അറ്റ് വർക്ക് ടുഡേ. അറ്റ് വർക്ക് എന്നതിന് ജോലി സ്ഥലത്ത് എന്നൊരർത്ഥമുണ്ട്. ജോലിക്കിടയിൽ, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥമുണ്ട്. അറ്റ് വർക്കിന് പകരം ഇൻ ദ ഓഫീസ് എന്നോ അറ്റ് ദ ഓഫീസ് എന്നോ പറയാം. ഹി ഈസ് നോട്ട് ഇൻ ദ ഓഫീസ് ടുഡേ അല്ലെങ്കിൽ ഹി ഈസ് നോട്ട് അറ്റ് ദ ഓഫീസ് ടുഡേ. രണ്ടും ഉപയോഗിക്കാം. ഇൻ ദ ഓഫീസ് എന്ന് നമുക്ക് പറയാം, അറ്റ് ദ ഓഫീസ് എന്ന് പറയാം. പക്ഷെ കൂടുതൽ കോമൺ ആയ എക്സ്പ്രഷൻ അറ്റ് വർക്കാണ്. എനിക്ക് ജോലി സ്ഥലത്തേക്ക് എത്താൻ 1 മണിക്കൂർ വേണം. നിനക്ക് എത്ര സമയം വേണം? ഞാൻ മലയാളത്തിൽ എഴുതിയത് വേണം എന്നാണ്. എടുക്കും എന്ന അർത്ഥത്തിൽ നമുക്കിത് പറയാം. അങ്ങനെയാണെങ്കിൽ 2 സ്ട്രക്ചേഴ്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഞാൻ എടുക്കും എന്ന് പറയാം, ഐ ടേക്ക്. അല്ലെങ്കിൽ എനിക്ക് വേണം എന്ന അർത്ഥത്തിൽ ഐ നീഡ് എന്നും പറയാം. ഐ ടേക്ക് 1 മണിക്കൂർ, എൻ അവർ, ജോലി സ്ഥലത്തേക്ക് എത്താൻ. ടു റീച്ച് ദ വർക്ക് പ്ലേസ് അല്ലെങ്കിൽ ടു ഗെറ്റ് ടു ദ വർക്ക് പ്ലേസ്. ടു ഗെറ്റ് ടു വർക്ക് എന്ന് മാത്രം പറഞ്ഞാലും മതി. ഐ ടേക്ക് എൻ അവർ ടു ഗെറ്റ് ടു വർക്ക്. ടു വർക്ക് എന്ന് പറയുമ്പോൾ ജോലി സ്ഥലത്തേക്ക്. ടു ദ വർക്ക് പ്ലേസ് എന്ന് പറയാം, അല്ലെങ്കിൽ ടു ദ ഓഫീസ് എന്ന് പറയാം. പൊതുവെ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ടു വർക്കാണ്. ഐ ടേക്ക് എൻ അവർ ടു ഗെറ്റ് ടു വർക്ക്. നിങ്ങൾക്ക് എത്ര സമയം വേണം? ഹൗ ലോങ് ഡു യു ടേക്ക്. ഇത് തന്നെ നമുക്ക് ഹൗ മച്ച് ടൈം ഡു യു നീഡ് അങ്ങനെയെല്ലാം ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഹൗ മച്ച് ടൈം ഡു യു ടേക്ക്. ഹൗ ലോങ് ഡു യു ടേക്ക് എന്ന് ചോദിച്ചാലും മതി. ഹൗ മച്ച് ടൈം തന്നെയാണ് ഹൗ ലോങ്. ഐ ടേക്ക് എൻ അവർ ടു ഗെറ്റ് ടു വർക്ക്. ഹൗ ലോങ് ഡു യു ടേക്ക്. ഇതല്ലാതെ നമുക്ക് ഈ സെന്റൻസ് ഇറ്റ് ഉപയോഗിച്ചും തുടങ്ങാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അല്പം ഡിഫറെൻ്റ് ആയ സ്ട്രക്ചറാണ്. ഐ ടേക്ക് എൻ അവർ എന്നതിന് പകരം നമുക്ക് ഇറ്റ് ടേക്സ് മീ എൻ അവർ എന്ന് പറയാം. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. ഇറ്റ് ടേക്സ് മീ എൻ അവർ ടു ഗെറ്റ് ടു വർക്ക്. എനിക്ക് ജോലി സ്ഥലത്തേക്ക് എത്താൻ 1 മണിക്കൂർ വേണം, അല്ലെങ്കിൽ ഞാൻ 1 മണിക്കൂർ എടുക്കും. ഇറ്റ് ടേക്സ് മീ എൻ അവർ ടു ഗെറ്റ് ടു വർക്ക്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു? ഇറ്റ് ടേക്സ് മീ എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് ഡസ് ഇറ്റ് ടേക്ക് എന്നത്. ടേക്സ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. നിങ്ങൾക്ക് എത്ര സമയം വേണം എന്നത് ജനറൽ ആയ ഒരു ചോദ്യമാണ്. ഒരു ഫാക്റ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണ്. ഞാൻ ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ചെയ്തത്, വാട്ട് ഐ ഡിഡ്. ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ അപ്പോളജൈസ്. ഇടയിൽ ഫോർ എന്നൊരു പ്രിപ്പോസിഷൻ കൂടി വേണം. ഐ അപ്പോളജൈസ് ഫോർ വാട്ട് ഐ ഡിഡ്. ഞാൻ ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് ഇനി വീണ്ടും സംഭവിക്കില്ല. ഇറ്റ് വോണ്ട് ഹാപ്പൻ എഗെയിൻ. സംഭവിക്കില്ല, വോണ്ട് ഹാപ്പൻ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ ഹോംവർക്ക് നോക്കാം. ഈ സെന്റൻസസ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാം. നിങ്ങളുടെ ആൻസേഴ്സ് താഴെ കമന്റ്സിൽ പോസ്റ്റ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ, ഏത് ഓക്സിലറി ഉപയോഗിച്ച് തുടങ്ങണം എന്ന കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. ആ കൺഫ്യൂഷൻ തീർക്കാൻ ആവശ്യമായ കുറച്ച് ടിപ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമായവർ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.